ഹലോ മച്ചന്മാരെ, ഇരിഞ്ഞാലക്കുട ഓട്ടോക്കാരൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഉപ്പേരിയാണ്. ചക്ക എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. വർഷത്തിൽ സീസണിൽ മാത്രം കായ്ക്കുന്ന ഈ ചക്ക എവിടെ കണ്ടാലും മലയാളികൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പണ്ടൊക്കെ ചക്ക നമുക്ക് വെറുതെ ആൾക്കാർ തരുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ചക്കയ്ക്ക് ഒടുക്കത്തെ പൈസയായി. കിലോയ്ക്ക് 120 രൂപ ആ റേഞ്ചിൽ വരെ ചക്ക എത്തി. അപ്പോൾ നമുക്ക് ചക്കുപ്പേരി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടന്നല്ലോ. നമ്മൾ ചക്ക കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചക്കക്കുരു എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യണം. പലരും അത് നന്നാക്കാൻ മടിയുള്ളത് കൊണ്ട് അതിലിടാറില്ല. ചക്കക്കുരു ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് നമുക്ക് ആ കറിയിലേക്ക് കിട്ടും. കറി അല്ലെങ്കിൽ ഉപ്പേരി അതിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ നന്നാക്കിയ ചക്കക്കുരു ചക്കയും ഒരു അടപ്പുള്ള, അതായത് ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതിലേക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെ ഇട്ട ശേഷം അതിന് മുകളിൽ ആവശ്യത്തിന് ഉപ്പ് വിതറുക. ഉപ്പ് കൂടാൻ പാടില്ല, കൂടിയാൽ ഏതൊരു കറിയിലും മോശമായി പോവും. അതിന് ശേഷം കുറച്ച് നല്ല നാടൻ കറിവേപ്പില വിതറുക. അതിനുശേഷം അത്യാവശ്യത്തിന് വെള്ളമൊഴിക്കുക. ഈ വെള്ളമൊഴിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി അടിയിൽ പിടിക്കാതെ നോക്കും. മാത്രമല്ല പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ഗ്യാസിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ കറി കാച്ചുന്ന രീതിയുണ്ട്. അതിനുള്ള കാര്യം നോക്കാം. അതിന് 10 ചുവന്നുള്ളിയും 10 വെളുത്തുള്ളിയും എടുത്ത് അത് ചതച്ച് എടുക്കുക. ഇങ്ങനെ നന്നായി ചതയ്ക്കുക. അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചക്ക കാച്ചുന്നതിന് അത്യാവശ്യം വെളിച്ചെണ്ണ വേണ്ടി വരും. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇടുക. ഈ വെളുത്തുള്ളിയും ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവാതിരിക്കാനാണ്. അങ്ങനെ നമ്മളിത് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മുടെ ചുവന്ന മുളക് പൊടിച്ച് ഇടുക. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച ചക്ക അതിലേക്ക് ഇടുക. എല്ലായിടത്തേക്കും എരിവും ഇതെല്ലാം പിടിക്കുന്ന രീതിയിലേക്ക് ഇളക്കുക. എനിക്ക് ഈ ചക്ക നന്നായി ഉടഞ്ഞു കിട്ടുന്നതാണ് എനിക്കിഷ്ടം. ഉപ്പേരിക്കായാലും എന്തിനായാലും. മറ്റു ചിലർക്ക് ചിലപ്പോൾ ഉടയുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. ഞങ്ങൾ 90 കിഡ്സും അതിൻ്റെ മുന്നത്തെ കിഡ്സും ഈ വൈകിട്ട് ചായക്ക് മറ്റു പലഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചായക്ക് കൂട്ടാറുണ്ട്. അതായത് കട്ടൻ ചായയും ചക്കുപ്പേരിയും. അതല്ലെങ്കിൽ ചിലപ്പോൾ കൊള്ളിയായിരിക്കും കിട്ടുക. കൊള്ളിയും കട്ടൻ ചായയൊക്കെ കഴിക്കാറുണ്ട്. ഇന്നത്തെ 2K കിഡ്സിന് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമാണോയെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.